അഡ്വക്കേറ്റ് ചങ്കുട്ടി ദാസ്, ഇപ്പോൾ പാലക്കാട് MLA പാലക്കാട് വന്ന് ജനങ്ങളോട് സംസാരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് സരിൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങയുടെ പാർട്ടി പാലക്കാട് കാലുകുത്തിക്കാൻ സമ്മതിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടും തെരുവിലെ പ്രതിഷേധമാണ്. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? സ്വാഭാവികമായിട്ടും പാലക്കാട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രതിഷേധമാണിത്. അവരാഗ്രഹിക്കുന്നില്ല ഇത്തരത്തിലൊരു MLA ഇനിയുള്ള കുറച്ച് മാസങ്ങളാണെങ്കിൽ പോലും തങ്ങളുടെ ജനപ്രതിനിധിയായി, തങ്ങളുടെ സാമാജികനായ നിയമസഭയിൽ തങ്ങളെ പ്രതിനിധീകരിക്കണം എന്ന് പാലക്കാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്ക് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരാദ്യം ആവശ്യപ്പെടേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തോടെ MLA സ്ഥാനം കൂടി രാജിവെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതല രാജിവെക്കുന്നതുകൊണ്ട് മാത്രം പൊതുസമൂഹത്തിൻ്റെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നില്ല. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തരമായിട്ടുള്ള സംഘടനാ സംവിധാന പ്രകാരം അദ്ദേഹം വഹിക്കുന്ന ഒരു സംഘടനാ ചുമതല എന്നുള്ളത് അവരുടെ ആഭ്യന്തര വിഷയമാണ്. അതിന് പൊതുസമൂഹമായിട്ടൊരു ബന്ധമില്ല. കോൺഗ്രസിനുള്ളിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണത്. പൊതുസമൂഹത്തിന് മുമ്പിലത്തെ വിഷയം എന്താണ്? അദ്ദേഹത്തിൻ്റെ മേലുല്ലാസം എന്താണ്? അദ്ദേഹം പാലക്കാട് MLA ആണ് എന്നുള്ളതാണ്. ഇവിടെ പ്രൈമറി ആയിട്ടുള്ളൊരു അഡ്മിഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ആരോപണമുണ്ട്. ആ ആരോപണത്തെ അക്നോളജ് ചെയ്യുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാവുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടാവുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു. അപ്പോൾ അവിടെ പ്രൈമറി അഡ്മിഷൻ ഉണ്ട്. എന്താണ്? ഇങ്ങനെ ഒരു ആരോപണ വിധേയനായിട്ടുള്ള ആൾക്ക് യൂത്ത് കോൺഗ്രസ് പോലത്തെ ഒരു സംഘടനയെ നയിക്കാനുള്ള ധാർമ്മിക അധികാരം ഇല്ലാന്ന്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പോലും തങ്ങളുടെ ഒരു സ്ഥാനത്ത് ഇരുത്താൻ കൊള്ളാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങൾ തങ്ങളുടെ MLA സ്ഥാനത്ത് ഇരുത്തണം എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? കോൺഗ്രസ് പാർട്ടിക്ക് പോലും അയാൾ അനാഭിമതനാണ്, ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരു അനാഭിമതനായിട്ടുള്ള ആളെ പാലക്കാട്ടെ ജനങ്ങൾ സഹിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് സ്വമേധയ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സമര പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടി വരും. ആ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് BJP നിർവഹിക്കുന്നത്. നോക്കൂ, ഇവിടുത്തെ ഗൗരവമുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ ശ്രീകുമാർ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങ് പറയുന്ന സമയത്തൊക്കെ പറയുന്നൊരു കാര്യം കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തു എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രണ്ട് നിലപാടുണ്ട് എന്നുള്ളത് ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഷാഫി പറമ്പിൽ സംസാരിച്ചപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാചകം നിങ്ങൾ ശ്രദ്ധിക്കും. അദ്ദേഹം പറഞ്ഞത് സ്വമേധയാ രാജിവെക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ്. അതല്ലല്ലോ കോൺഗ്രസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലെയർഡ് ആയിട്ടുള്ള പൊസിഷൻ. അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടു, അദ്ദേഹത്തോട് രാജി വെക്കണമെന്ന് AICC നിർദ്ദേശിച്ചു. കേരള സംസ്ഥാന ഘടകം വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തു. അതുകൊണ്ട് രാജി വേടിച്ചു എന്നാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത നിലപാട് എന്താ? മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് 1 മണിക്ക് വാർത്താ സമ്മേളനം തുടങ്ങി 1:30 വരെ ഞാൻ രാജി വെക്കുന്നില്ല, ഈ നിമിഷം വരെ എന്നോടൊരാളും രാജി ആവശ്യപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ്, AICC ജനറൽ സെക്രട്ടറിമാർ, കേരളത്തിൻ്റെ KPCC പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളോട് ഞാൻ ഈ സമയത്തിനൊക്കെ സംസാരിച്ചു. ഒരാളും എന്നോട് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടില്ല. എന്നിട്ട് 1:30 ആയപ്പോൾ പറയുന്നു, അപ്പോൾ ഇതുവരെ നിങ്ങൾ കൊടുത്ത വാർത്തയൊക്കെ തെറ്റാണ്, എൻ്റെ രാജി ആരും ആവശ്യപ്പെട്ടില്ല, ഇപ്പം ഇതാ ഞാൻ രാജിവെക്കുന്നു. അദ്ദേഹത്തിൻ്റെ മെഗ്നാനിമിറ്റി, അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല എന്നതുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്നൊരു സഹായമായിട്ടൊരു സഹായ മനസ്കതയായിട്ട് അദ്ദേഹം സ്വമേധയാ രാജിവെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊസിഷൻ. ആ പൊസിഷനോടാണ് ഷാഫി പറമ്പിൽ ചേരുന്നത്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് എന്താ? ഒരു പരാതിയില്ല, ഒരു കേസും ഇല്ലാതിരുന്നിട്ട് പോലും സ്വമേധയാ രാജിക്കുള്ള സന്നദ്ധ പ്രകടിപ്പിക്കുകയും അത് പാർട്ടി അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിലെ പരാതിക്കാരികളായിട്ടുള്ള സ്ത്രീകളെ അപമാനിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആരാണ്? അവർ അല്പവസ്ത്രധാരികളായിട്ട് ഇടതുപക്ഷ നേതാക്കന്മാർക്കൊപ്പം നടക്കുന്ന ഏത് തരത്തിൽപ്പെട്ട സ്ത്രീകളാണെന്ന് ചോദിച്ചത് 2ാമത്തെ തവണ MP ആയിരിക്കുന്ന പാലക്കാട് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളുടെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ആൾ കൂടിയായിട്ടുള്ള MP ശ്രീകണ്ഠനാണ്. MP ശ്രീകണ്ഠൻ കോൺഗ്രസ് അല്ല എന്നൊരു വാദമുണ്ടോ? അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളിൽ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോരാടുന്ന, അബിൻ വർക്കി പുറകിൽ നിന്ന് കുത്തിയ കട്ടപ്പയായിട്ട് അദ്ദേഹത്തെ ഉപമിക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി ഏത് തരത്തിലുള്ള സമരത്തിനാണ് പോകുന്നതെന്ന് കണ്ടോളൂ എന്ന് വെല്ലുവിളിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും കോൺഗ്രസ് അല്ല എന്ന അഭിപ്രായമുണ്ടോ? ഒക്കെ പോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം നമ്മളിപ്പോഴേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. പാർട്ടി ഇത് നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണല്ലോ. 2024 നവംബറിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അയാളെ അവിടുത്തെ കാൻഡിഡേറ്റായി ഫീൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പാർട്ടിക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. AICCയുടെ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷിക്ക് മുന്നിൽ 6 മെയിലുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് INDA സഖ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള വയനാട് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ആനിരാജ പറയുന്നത് ഡൽഹിയിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സമാനമായിട്ടുള്ള പരാതികൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾക്കെതിരെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ബോധ്യമുണ്ടെന്നാണ്. ഒരു MP താനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവത്തെ സംബന്ധിച്ച് പറയുന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പത്മജ വേണുഗോപാൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവിടെ പൊതുവേദിയിൽ പ്രസംഗിച്ചത് വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തവനാണ് എന്ന് മുഴുവൻ നേതാക്കൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലൊരു സ്വഭാവ വൈകൃതത്തെ പറ്റി തങ്ങൾക്ക് നേരത്തെ ധാരണയുണ്ടായിരുന്നു എന്ന്
നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇയാളെ പാലക്കാട്ടെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള തീരുമാനം ധാർമ്മികമായിരുന്നു? ഇവർക്കിത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാളെ ഒരു അധികാര സ്ഥാനത്ത് കൊണ്ടുവരാണ്ടിരിക്കുകയല്ലേ വേണ്ടത്. അവിടെ അങ്ങനത്തെ ഒരാളെ അധികാര സ്ഥാനത്ത് കൊണ്ടുവരുന്നതിൻ്റെ പ്രശ്നം കൂടി ഞാൻ പറയാം. നോക്കൂ, ഇവിടെ ശ്രീകുമാർ പറഞ്ഞു ഒരു സംഭവമാണെങ്കിലും 2 സംഭവമാണെങ്കിലും 3 സംഭവമാണെങ്കിലും ഒരുപോലെയാണ്, ഏതെങ്കിലും ഒരു സംഭവം മതിയെന്ന്. അല്ല, ഇത് ഒരു സംഭവത്തിൽ നിൽക്കുന്നില്ലെന്നും ഇത് 2ആയി 3ആയി 4ആയി 5ആയി 10ആയി പോകുമ്പോൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ അതൊരു പാറ്റേൺ ആണ്. ഇതൊരു പ്രിഡേറ്ററി ബിഹേവിയറിനെയാണ് കാണിക്കുന്നത്. അതായത് കൃത്യമായിട്ടൊരു മോഡസ് ഓപ്പറാൻഡിയോട് കൂടിയിട്ട് ഒരേ വൾണറബിലിറ്റി ഉള്ള പെൺകുട്ടികളെ തന്നെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പ്രേ കാറ്റഗറി സെറ്റ് ചെയ്ത് ആ പ്രേ കാറ്റഗറിക്ക് അനുസൃതരായിട്ടുള്ള പെൺകുട്ടികളെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിലൂടെയും മറ്റും ആ വലയിൽ പെടുത്തി തൻ്റെ ആവശ്യം നിറവേറ്റിയതിന് ശേഷം വളരെ നിഷ്കരണം തള്ളിക്കളയുന്നത്. അതിന് അവലംബിക്കുന്ന രീതിയൊക്കെ വളരെ സമാനമാണ് എല്ലാ കേസിലും. ആദ്യം അവരോട് സ്നേഹവും സൗഹൃദവും നടിക്കുന്നു, അതിനുശേഷം അവരുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നു, അതിനുശേഷം അവരെ ദുരുപയോഗം ചെയ്യുന്നു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനുശേഷം അവരെ എങ്ങനെയാണ് കൈയൊഴിയുന്നത്, എത്ര കോൾഡായിട്ടാണ്, എത്ര ഇമോഷൻ വളരെ ക്രൂരമായിട്ടാണ് അവരെ കൈയൊഴിയുന്നത് എന്ന് കാണുന്നു. അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ആത്മഹത്യാ ഭീഷണി ഉണ്ടാക്കുന്നു, അവരെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയരാക്കുന്നു. ഇതൊന്നിലധികം കേസുകളിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു പാറ്റേൺ ആണെന്നും ഇയാളൊരു പ്രിഡേറ്ററി നേച്ചറുള്ള ഒരാളാണെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരാളെ ഒരു അധികാര സ്ഥാനത്ത് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഇയാൾക്ക് കൂടുതൽ ഇരകളെ സൃഷ്ടിക്കാനുള്ള അവസരം കൊടുക്കലാണത്. ഇത് അറിഞ്ഞുകൊണ്ടും ഇയാൾ ഇത്തരത്തിലുള്ളൊരു വൈകൃതമുള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ടും അയാൾ ഇത്തരത്തിലൊരു അധികാര സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയപ്പോൾ ഇയാൾക്ക് കൂടുതൽ ഇരകളെ സൃഷ്ടിക്കാനുള്ളൊരു അവസരമാണ് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി കൊടുത്തത്. ആ കുറ്റകൃത്യത്തിന് സമൂഹത്തോട് മാപ്പ് പറയേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട്. അല്ലാതെ അഴിമതി ആരോപണം ഉണ്ടായ സമയത്ത് അയാളെ പുറത്താക്കി എന്നത് അവരെ ഏതെങ്കിലും തരത്തിൽ മഹത്വവൽക്കരിക്കുന്നില്ല. സ്വാഭാവികത എന്ന് പറയുന്നത് പുരസ്കാരം കിട്ടേണ്ട കാര്യമല്ല. കൈക്കൂലി മേടിക്കാത്ത ആൾക്ക് പ്രത്യേക അവാർഡ് ആവശ്യമില്ല, കൈക്കൂലി മേടിക്കുന്ന ആൾക്ക് ശിക്ഷയാണ് വേണ്ടത്. അതേപോലെ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് അയാളെ പുറത്താക്കി എന്നുള്ളത് അല്ലെങ്കിൽ അയാളുടെ രാജി ആവശ്യപ്പെട്ടു എന്നുള്ള സ്വാഭാവികതയാണ്. എന്തുകൊണ്ട് ഇത് പൊതുസമൂഹം അറിയുന്നത് വരെ ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നു? ഈ നിമിഷം വരെ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയണം. രണ്ടാമത്തെ പ്രശ്നം, ഇതിൽ പൊതുസമൂഹത്തിന് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം, ഇന്ന് ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് നിർബന്ധിതമായി ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ടൊരു വോയിസ് ക്ലിപ്പ് നിങ്ങളിന്ന് കേട്ടു. എന്താണ് അധികാരമുള്ള ഒരു പ്രെഡേറ്റർക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇയാളൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇയാളുടെ ഈ വൈകൃതം കൊണ്ട് ആൾക്കാരെ ഇങ്ങനെ ഭീഷണി കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ ഇയാൾക്ക് സാധിക്കുമായിരുന്നില്ല. ഇയാളുടെ എല്ലാ പ്രെഡേറ്ററി നേച്ചറും ഇയാളുടെ ഈ ഭീഷണിയും ഒക്കെ ഇയാൾക്ക് എടുക്കാൻ കഴിഞ്ഞത് ഇയാൾക്ക് ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടും കൊല്ലണമെങ്കിൽ എത്ര സെക്കൻഡുകൾ കൊണ്ട് എനിക്കത് സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരാളോട് ചോദിക്കുകയാണ്, ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ചാൽ എത്ര സെക്കൻഡുകൾ കൊണ്ട് കൊല്ലാൻ എനിക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിച്ചൂടെ? എങ്ങനെയാണ് അങ്ങനെ പറയാനുള്ള ധൈര്യം വരുന്നത്? അത് അധികാരം കൊടുക്കുന്ന ധൈര്യമാണ്, അത് പ്രിവിലേജാണ്, അത് പവർ കൊടുക്കുന്ന പൊസിഷനാണ്. അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരുത്തുമ്പോഴാണ് ഇവരുടെ വിശ്വരൂപം കാണിക്കുന്നത്. നമ്മുടെ നിയമപ്രകാരം ജനിക്കാത്ത കുട്ടിക്കും അവകാശമുണ്ട്. അൺബോൺ ചൈൽഡ് എന്താ നമ്മുടെ നിയമം പറയുന്നത്? നമ്മുടെ 89 to 92 BNS എടുത്തു കഴിഞ്ഞാൽ ഫീറ്റസ് എന്നല്ല, ഭ്രൂണം എന്നല്ല, അൺബോൺ ചൈൽഡ് എന്താ, ജനിക്കാത്ത കുട്ടി എന്നാ നിയമം പറയുന്നത്. ഹിന്ദു ഇൻഹെറിറ്റൻസ് നിയമപ്രകാരം ഗർഭത്തിലെ കുട്ടിക്ക് സ്വത്തവകാശം പോലും ഉണ്ട്. ആ കുട്ടിയുടെ ആദ്യത്തെ അവകാശം, ഏറ്റവും മൗലികമായിട്ടുള്ള അവകാശം ജനിക്കാനുള്ള അവകാശമാണ്. ഒരു ഗർഭം ഉണ്ടായിരുന്നു, ഒരു ഭ്രൂണം ഉണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ അറിയാം. അതിനെ പറ്റിയിട്ട് ആ കുട്ടിയുടെ അമ്മ തന്നെ സംസാരിക്കും, നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ കുട്ടി എവിടെ? അപ്പോൾ ഇയാളൊരു കേവലം ഒരു സെക്ഷൽ പ്രെഡേറ്റർ മാത്രമല്ല, ഇയാളൊരു സീരിയൽ ഫീറ്റസ് കില്ലറാണ്, അജാത ശിശുക്കളുടെ ഘാതകനാണ്. അത്രയും ഗൗരവമായിട്ടുള്ള നിയമം 10 വർഷം തടവ് വിധിക്കുന്ന കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരാൾ ഇപ്പോഴും ഒരു പവർ പൊസിഷനിൽ ഇരിക്കുകയാണ്. അയാൾ പാലക്കാട്ട് MLA ആയിട്ട് എല്ലാ പ്രിവിലേജുകളോട് കൂടി എല്ലാ ഇമ്മ്യൂണിറ്റികളോട് കൂടി ഇരിക്കുകയാണ്. അയാളോട് രാജിവെച്ച് പുറത്തു പോകാൻ പറയാനുള്ള ആർജവം ഇപ്പോഴും കാണിക്കാത്ത ആൾക്കാർ മറ്റുള്ള പാർട്ടിയിലുള്ള ഈ കുറ്റകൃത്യങ്ങൾ എടുത്തുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യുന്നതിന് എന്ത് ന്യായമാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇന്ത്യൻ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഈ തപ്പ് ബനിയൻ സൈസ് എന്നല്ല, സ്മോൾ മീഡിയം ലാർജ്, എല്ലാ തെറ്റും തെറ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് കേട്ടുകേൾവി ഉള്ളത് കേട്ടുകേൾവി ഇല്ലാത്തത്, നമ്മൾ നിയമത്തിൽ കൊലപാതകങ്ങളെ പോലും റയറസ്റ്റ് ഓഫ് റയർ എന്നൊക്കെ തരംതിരിക്കാറുണ്ട്. ഇത് ഇന്ന് വരെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിലോ വന്നതിൽ വെച്ച് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ഒഫൻസാണ്. ആ ഒഫൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആള് ഇപ്പോഴും ധാർഷ്ട്യത്തോടു കൂടി മാധ്യമങ്ങളെ സമീപിക്കുകയും ഞാൻ രാജിവെക്കില്ലെന്ന് പറയാൻ വേണ്ടി ഒരു പത്രസമ്മേളനം വിളിക്കാൻ തയ്യാറാണ്. അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് അങ്ങ് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അയാളുടെ ശബ്ദരേഖയുണ്ട്, അയാളുടെ ഭീഷണിയുണ്ട്. അപ്പുറത്ത് പെൺകുട്ടിയോട് സംസാരിക്കുന്നത് ഒന്നല്ല രണ്ടല്ല, ഒരുപാട് ശബ്ദരേഖകൾ പുറത്തു വന്നിരിക്കുന്നു. പോലീസിന് സ്വമേധയാ കേസ് എടുക്കാമല്ലോ, FIR ഇടാമല്ലോ. തീർച്ചയായിട്ടും കോഗ്നിസബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്, പോലീസിന് സ്വമേധയാ കേസ് എടുക്കാം. അതാണ് സർക്കാരിന് ആ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കാൻ വേണമെങ്കിൽ സാധ്യമാകും. അതാണ് ഭരണകൂടം ഇനി ചെയ്യേണ്ടത്.
Debate with Smriti Parathikkad.